ഹലോ ഗൈസ്, ഇതൊരു ഒരാഴ്ച മുന്നേ ഇട്ട് തുടങ്ങേണ്ട സാധനമായിരുന്നു. എൻ്റെ മടി കാരണം അവിടെ തന്നെ കടന്നു പോയതാട്ടോ. മെയ് 22-നാട്ടോ എനിക്ക് എൻ്റെ കോളേജിൽ എക്സാം ഒക്കെ കഴിഞ്ഞത്. എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി എത്തിയപ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും പോകാനും ടൈമായി, വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്. കാരണം പാറൂനൊക്കെ 29-ാം തീയതി തൊട്ട് പോയി തുടങ്ങണമായിരുന്നേ. അപ്പോൾ പിന്നെ കിട്ടിയ 2-3 ദിവസമെങ്കിൽ അത്രയും ദിവസമെങ്കിലും എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടിയും കിടക്കയെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ നാലും ഞങ്ങളുടെ പുതിയ ശകടവും കൊണ്ട് ഇറങ്ങിയേ. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. ആകെ കൂടെ പ്ലാൻ ചെയ്തിരുന്ന ഒരേ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ പോകണം എന്നുള്ളതാണ്. കാരണം മെയ് 25-ന് എൻ്റെ പിറന്നാളായിരുന്നു. അപ്പം പിറന്നാൾ മീൻസ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അപ്പം അന്ന് ഗുരുവായൂർ പോകണം എന്നുള്ളത് മാത്രമായിരുന്നു ആകെ കൂടി ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു പ്ലാൻ. ഇതിൽ കയറിയിട്ട് പിന്നെ കുറച്ച് നേരം കാറിൻ്റെ സെറ്റിങ്സുമായിട്ടുള്ള മൽപ്പിടുത്തമായിരുന്നു. കാരണം പുതിയ സാധനമാണല്ലോ, എന്താണെന്ന് നമുക്കൊരു അറിവുമില്ലല്ലോ. അങ്ങനെ അതിൽ മാപ്പ് സെറ്റ് ചെയ്യാനും പാട്ടിടാനും ഒക്കെ ആയിട്ടുള്ള ഒരു മൽപ്പിടുത്തമായിരുന്നേ. പിന്നെ അതിൻ്റെ ക്ഷീണത്തിൽ വീട്ടിൽ നിന്ന് എടുത്ത് വെച്ച കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിച്ചുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ എഡിറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ പച്ച ഏതോ ചായക്കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടേക്കുമായിരുന്നു. പിന്നെ ഞാനും പോയി ഒരു കോഫിയും വാഴയ്ക്കപ്പൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പന്തളത്തോട്ടാട്ടോ പോയത്. പോകുന്ന വഴിക്ക് ഇട്ട പ്ലാനാണ് പന്തളത്ത് കയറാമെന്ന്. അതിൻ്റെ അമ്മൂമ്മയുടെ വീടാട്ടോ. അപ്പോൾ പിന്നെ പന്തളത്ത് ചെന്നു. പന്തളത്ത് ചെന്നപ്പോഴത്തേക്കും എല്ലാവർക്കും മൊത്തത്തിലൊരു സർപ്രൈസ് ആയിരുന്നു. പറയാണ്ട് ചെല്ലുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ചെന്ന് കയറി ഞാൻ ആദ്യം അടുക്കളയിൽ ഷെൽഫ് തപ്പാനാണ് പോയത്. കാരണം അവിടെ മുത്തശ്ശി എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും, മിക്സറും ചിപ്സും അങ്ങനത്തെ കുറേ സാധനങ്ങൾ മുത്തശ്ശി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. പക്ഷെ ഇത്തവണ ചെന്നപ്പോഴത്തേക്കും ഒന്നുമില്ലായിരുന്നു, മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ അടുക്കള കയറി തപ്പുന്നത് കണ്ടുകൊണ്ട് അമ്മമ്മ ഇരുന്ന് റസ്ക് എടുത്തെനിക്ക് തന്നെ. അതൊക്കെ കഴിച്ച് പിന്നെ അത് അവിടെ പറിച്ച് വെച്ചിരുന്ന കുറച്ച് നാട്ടുമാങ്ങ എടുത്തുകൊണ്ട് എന്തിനാ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വണ്ടിയിലിരുന്ന് ചീത്താവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുമൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ മുത്തശ്ശി പൈസയൊക്കെ തന്നു. എല്ലാ തവണ ചെല്ലുമ്പോൾ മുത്തശ്ശി ഇതുപോലെ പൈസ തന്നൂടെ. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി അടുത്ത പാർട്ടായിട്ട്. ബൈ ഗൈസ്.